ഓക്കെ ഗൈസ് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ഏതാണ് ക്രിസ്മസ് ട്രിപ്പ് പാർട്ട് 2 എന്നുള്ളതൊക്കെയാണ്. ഓക്കെ ഗൈസ് നമ്മളെന്തായാലും നമ്മളാണെങ്കിൽ ആദ്യം എന്തായാലും ഗൈസ് ഒരു വീഡിയോകളൊക്കെ നമ്മളെന്തായാലും ഇട്ടിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ഗൈസ് നമ്മളെന്തായാലും ഒരു ഏതാണ് ക്ലോക്ക് ടവറിലൊക്കെ പോണൊരു വീഡിയോകളൊക്കെ ആയിരുന്നു ഗൈസ്. നമ്മളെന്തായാലും ക്ലോക്ക് ടവറിലൊക്കെ പോണൊരു വീഡിയോകളൊക്കെയാണ് നമ്മൾ ആദ്യം ഇട്ടതെന്ന് വെച്ചാൽ. ഓക്കെ അപ്പോൾ ഇതെന്ന് വെച്ചാൽ പാർട്ട് 2 അപ്പോൾ ഇന്ന് എന്തായാലും നമ്മളൊരു അടിപൊളി ഒരു സ്ഥലത്ത് ടൂറുകളൊക്കെ പോകാനായിട്ട് വേണം. അതും ഞാൻ ഷിൻജാന് ടൈഗറും. എടാ ഷിൻജാനെ അപ്പോൾ നമ്മുടെ ട്രിപ്പ് അങ്ങനെ അങ്ങ് സ്റ്റാർട്ടാക്കിയാലേ? ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമുക്ക് ട്രിപ്പ് അങ്ങനെ സ്റ്റാർട്ടാക്കാം. നമുക്കിന്ന് മൊത്തത്തിലില്ല അടിച്ച് പൊളിക്കാനുള്ളതാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ അങ്ങ് സ്റ്റാർട്ടാക്കാം. ഷിൻജാനെ നമുക്കിപ്പോൾ നേരെ അങ്ങോട്ട് പോകാം. വാടാ, നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങളൊന്ന് വണ്ടി കയറ്. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഞങ്ങളൊന്ന് വണ്ടി കയറാം. സ്നാക്സ് സാധനങ്ങളൊക്കെ തീർന്നു, അതൊക്കെ നമുക്ക് വാങ്ങിക്കണം. എടാ ഷിൻജാനെ വാങ്ങിക്കാടാ, ഒരു മിനിറ്റാ, എന്നെ ഇത്തിരി ഒന്നും ഇരിക്കാൻ സമ്മതിക്കില്ലല്ലോ. ഇവന്മാർക്ക് സ്നാക്സും സാധനമൊന്നും കിട്ടിയില്ലെങ്കിൽ ഇവന്മാരും ഉണ്ടായിരിക്കില്ലേ. സാധാരണ കുഴപ്പമെന്ന് വെച്ചാൽ എപ്പോൾ നോക്കിയാലും തീറ്റ, അല്ലാതെ പിന്നെ എന്തിനിപ്പോൾ ഞാൻ പറയാം. നമുക്ക് നല്ലൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ ഈ വില്ലേജിൻ്റെ വെളിയിൽ ഇറങ്ങാം ഗൈസ്. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ജേണൽ സ്റ്റോറിലോട്ട് എന്തായാലും പോകാം. ഇന്ന് പിന്നെ നമ്മളെന്തായാലും ബീച്ചിൽ കണക്കാണ് കേട്ടോ പോകണമെന്ന് വെച്ചാൽ. പക്ഷേ ഗൈസ് ഇപ്രാവശ്യം നമ്മൾ പോണ ഈ ഒരു ബീച്ചിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട് ഗൈസ്. ഇത് നമ്മളെപ്പോഴും പോണ ആ ബീച്ചല്ല ഗൈസ്. ഇത് വേറൊരു ബീച്ചാണ്. നമ്മളാണെങ്കിൽ പിന്നെ ഇന്ന് എന്തായാലും അണ്ടർ വാട്ടർ റൈഡിങ് കണക്ക് നമ്മളെന്തായാലും ചെയ്യുന്നുണ്ട്. എന്തായാലും വെള്ളത്തിൻ്റെ അടിയിലുള്ളൊരു വാട്ടർ റൈഡിങ് കണക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ബസ് വെച്ച്. നമ്മുടെ ബസ്സിന് മുങ്ങാൻ ചാൻസുകളും തന്നെ ഇല്ല. കാരണം വെച്ചാൽ അവരാണെങ്കിൽ എന്തോ ബസ്സിൻ്റെ അകത്ത് വെള്ളം കയറാതെ പിന്നെ ബസ് നല്ല രീതിക്ക് മൂവ് ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇട്ട് തരുന്നതാണ്. അതുകൊണ്ട് വലിയ കാര്യമായിട്ട് കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ലാതെ നമുക്ക് അണ്ടർ വാട്ടർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നമ്മളതാണ് ഇന്നിപ്പോൾ ചെയ്യാനായിട്ട് പോകണമെന്ന് വെച്ചാൽ. നമുക്കതിനുമ്പോൾ ജനറൽ സ്റ്റോറിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അല്ലെങ്കിൽ ഷിൻജാനും ടൈഗറും തന്നെ മര്യാദയ്ക്ക് ഇരിക്കാൻ സമയമില്ല. നമുക്ക് കട മൊത്തം കാലിയാക്കേണ്ടി വരും. നമുക്കിപ്പോൾ നേരെ എന്നാലും കേസ് അങ്ങോട്ട് എന്നാലും പോവാം. കേസ് നമ്മളെന്തായാലും നമ്മുടെ ബസ്സിൽ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും കുറേ സാധനങ്ങളൊക്കെ എന്തായാലും വാങ്ങിച്ചിട്ട് എന്തായാലും വരാം. എന്നിട്ട് നമുക്ക് എന്തായാലും ബാക്കി ചെയ്യാം. ഗൈസ്, ഞാൻ എന്തായാലും ഇവിടെ ഇപ്പോൾ എന്നാലും ആര് കാണുന്ന ഫ്രണ്ടിലത്തെ ജനറൽ സ്റ്റോറിൽ നിന്ന് ഫുൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ആര് കടയും കാലിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫുൾ കൂൾ ഡ്രിങ്ക്സും അതേപോലെ തന്നെ ഫുൾ സ്നാക്സും ചിപ്സും എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ലേസും എല്ലാം സകല സാധനങ്ങളും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്കിനിപ്പോൾ നേരെ ബീച്ചിലോട്ട് പോകാം. നമ്മൾ എപ്രാവശ്യം പോണ ബീച്ചെന്ന് വെച്ചാൽ അങ്ങോട്ടുള്ള റൂട്ടിലുകളൊക്കെയാണ്. പക്ഷെ നമ്മളിപ്പോൾ പോണ ബീച്ചെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ഏതാണ് കാർ ഷോറൂമില്ലേ, നമ്മുടെ ഇന്ത്യയിലുള്ള ഏറ്റവും മെയിനായിട്ടുള്ള കാർ ഷോറൂമില്ലേ, കാർ ഷോറൂമിൻ്റെ അടുത്തൊരു കൺസ്ട്രക്ഷൻ ഏരിയ ഉണ്ടല്ലോ, അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് പറഞ്ഞ ഒരു ബീച്ച് കളക്കാണ്. അത് പിന്നെ ഒരു നൈസൊരു ബീച്ച് കളക്കാണ്. അവിടെയാണ് നമ്മൾ ഇന്ന് എന്തായാലും പോണ ട്രിപ്പ് എന്ന് പറഞ്ഞു. അവിടെയാണ് പിന്നെ അണ്ടർ വാട്ടർ സ്വിമ്മിങ്ങുകളൊക്കെ എന്തായാലും ഉണ്ട്. നമുക്ക് എങ്ങനെയാണെങ്കിലും സ്വിം ചെയ്യാം. നമ്മുടെ വെഹിക്കിൾ വെച്ച് വേണമെങ്കിൽ നമുക്ക് സ്വിം ചെയ്യാം. പക്ഷെ വെഹിക്കിൾ മുങ്ങാതെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതെല്ലാം ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിൽ ഇറക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ടോ. എടാ ഷിൻജാനെ ടൈഗറെ, കാഴ്ചകളെ കാണണം. എപ്പോൾ നോക്കിയാലും തീറ്റയും തന്നെ. എടാ ഒന്ന് അടച്ചു വേടാ, പിന്നെ എപ്പോഴും കഴിക്കുക. ഒന്ന് ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഞങ്ങളിവിടെ കഴിച്ച് പ്രകൃതിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി എന്നാൽ അവന്മാരെന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. നമുക്ക് എന്തായാലും ഇപ്പം നേരെ എന്തായാലും ആ ഒരു ബീച്ചിലോട്ട് എന്തായാലും പോകാം. എന്നിട്ട് നമുക്ക് അവിടെ കുറേ നേരം എൻജോയ് ചെയ്യാം. ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി ഗൈസ് നമ്മളെന്തായാലും ഈ ഒരു ബീച്ചിലോട്ട് എന്തായാലും എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബീച്ചിലൊക്കെ നമ്മൾ അണ്ടർ വാട്ടർ സ്വിമ്മിങ്ങൊക്കെ ചെയ്യാനായിട്ട് പോകണമെന്ന് വെച്ചാൽ. സ്വിമ്മിങ് ചെയ്യണതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തേക്കാം. നമുക്കെന്തായാലും ആ ഒരു സാധനങ്ങളെല്ലാം നമ്മുടെ വണ്ടിയിൽ സെറ്റ് ചെയ്താലേ നമുക്കെന്തായാലും വണ്ടി വെള്ളത്തിൽ ഇറക്കാൻ പറ്റും. എടാ ഷിൻജാനെ ടൈഗറെ വെളിയിലിറങ്ങിയാടാ, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണ്ട്. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഞങ്ങൾ എത്തിക്കോളാം. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ വണ്ടികളെടുപ്പുണ്ട് കേട്ടോ. ഇവിടെയാണെങ്കിൽ പിന്നെ സ്കോർപ്പിയോ, താർ, സ്വിഫ്റ്റ്, നമ്മുടെ ഏതാണ് താർ റോക്സ്, പിന്നെ നമ്മുടെ ഫോർച്യൂണർ, ലെജൻഡർ, ഫോർച്യൂണർ, കുറേ വണ്ടികൾ കിടപ്പുണ്ട്, ഒമിനിയൊക്കെ. നമുക്കപ്പോൾ എന്തായാലും ഇവിടെ എന്തായാലും ചെറിയൊരു ഇങ്ങനത്തെ ഒരു ഇതാണ് ഷിപ്പിങ്ങിൻ്റെയൊക്കെ ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ബോട്ടിങ്ങൊക്കെ ചെയ്യണം. നമുക്കെന്തായാലും ഇവരോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് നമ്മുടെ വണ്ടി ഫുള്ളായിട്ട് സെറ്റാക്കി നമുക്ക് ടിക്കറ്റ് എടുത്ത് എന്തായാലും അണ്ടർ വാട്ടറിങ്ങൊക്കെ ചെയ്യാം. ഗൈസ്, എന്നാലും ഇവിടെ ഇപ്പോൾ എന്തായാലും അണ്ടർ വാട്ടർ സ്വിമ്മിങ്ങിനുള്ള എല്ലാ കാര്യങ്ങളും എന്തായാലും ഫുള്ളായിട്ട് നമ്മൾ എന്തായാലും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബസ് ഒരു ഫുള്ളായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അഥവാ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്തായാലും രക്ഷപ്പെടാനായിട്ട് വേണ്ടിയിട്ട് എന്നാലും ഇവരെന്തായാലും നമുക്ക് ഏതാണ് സ്വിമ്മിങ് ഡ്രസ്സും കൂടി എന്തായാലും തന്നിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, ഷിൻജാനും അതുപോലെ തന്നെ ടൈഗറിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പട്ടികൾക്ക് വരെ ഗൈസ് നമ്മുടെ ഈ ഒരു ഏതാണ് സേഫ്റ്റിക്ക് ആയിട്ടുള്ള ഏതാണ് സ്വിമ്മിങ് ഡ്രസ്സുകളൊക്കെ ഉണ്ട്. നമ്മുടെ ബസ്സിലാണെങ്കിൽ പിന്നെ ഇവരെന്തോ ബ്ലാക്ക് കളറിലെന്തോ സ്റ്റിക്കർ പോലത്തെ എന്തോ ഒരു സാധനങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സ്റ്റിക്കർ പോലത്തെ സാധനം ബസ് മൊത്തത്തിൽ അടിച്ചിട്ടുണ്ട്. ഈ സാധനം എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ കടലിലടിയിൽ നമുക്ക് ഇഷ്ടം പോലെ
ജീവികൾ അതുപോലെ തന്നെ ഇഷ്ടംപോലെ ചെടികളൊക്കെ ഉണ്ട്. അതിൻ്റെ മണ്ടയിൽ കൂടെ എന്തെങ്കിലും സാധനം പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതെല്ലാം ബോഡിയിൽ പിടിക്കുമെന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് ഫുള്ള് എല്ലാം ഉരച്ച് കളഞ്ഞ് പെയിൻ്റ് അടിക്കാതെ വേറെ രക്ഷയില്ലെന്നാണ് കഴിച്ചതല്ലേ ഇവരെന്തായാലും പറയണമെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ബ്ലാക്ക് കളറുള്ള ഈ സ്റ്റിക്കർ കളറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചില സാധനങ്ങളൊക്കെ ഇതിൻ്റെ മണ്ടയ്ക്ക് നല്ല ഒട്ടത്തുള്ളൂ. ഓക്കെ, ബാക്കിയെല്ലാം ഒട്ടാതെ തന്നെ ഫുള്ള് പോകുമെന്നാണ് പറയണം. ഓക്കെ, പിന്നെ ഈ സാധനം ഊരി കളഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, എല്ലാം കൂടെ ഏകദേശം 10,000 രൂപ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അണ്ടർ വാട്ടർ സ്വിമ്മിങ് കണക്ക്. ഓക്കെ, നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഷിൻചാനും ടൈഗർ എല്ലാവരും വന്ന് കയറി. ഓക്കെ ഗൈസ്, അങ്ങനെ എല്ലാവരും ഫൈനലി അങ്ങനെ ഇവിടെ വന്ന് കയറിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ വണ്ടി ഫുൾ ബാക്കിലോട്ട് എടുത്തിട്ട് ഒന്നും നോക്കണ്ട, ഫുള്ള് ജസ്റ്റ് എന്തായാലും റേസ് ചെയ്ത് കണക്കെ ചെയ്തിട്ട് നമുക്ക് എന്തായാലും വണ്ടി എന്തായാലും പേടച്ചെന്തായാലും വിടാം. ഓക്കെ, നമ്മളങ്ങനെ ബസ് കണക്കെ നമ്മളങ്ങനെ റേസ് ചെയ്യാണ്. എൻ്റെ മോനെ, നമ്മളങ്ങനെ നല്ല രീതിക്ക് നമ്മളങ്ങനെ വണ്ടികളൊക്കെ റേസ് ചെയ്യണം. ഓക്കെ, ഇനി ഒന്നും നോക്കണ്ട, നേരെ എന്തായാലും വണ്ടി എന്തായാലും കടലോട്ട് ഇറക്കാം, ഒന്നും നോക്കണ്ട. ഓക്കെ, എടാ ഷിൻചാനെ ടൈഗറെ പിടിച്ചിരുന്നോ? ഫ്രാങ്ക്ലി ചേട്ടാ പണിയാവൂലല്ലോ. ഇല്ലടാ ഷിൻചാനെ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി ഗൈസ് നമ്മളങ്ങനെ വെള്ളത്തിൽ കണക്കെ വണ്ടികളൊക്കെ ഇറക്കിയേ കാണി. എൻ്റെ മോനെ, നമ്മുടെ ബസ് കണക്കെ നൈസർ അങ്ങനെ വെള്ളത്തിൽ കണക്കെ നമ്മളങ്ങനെ ഇറക്കിയേക്കാണ്. എൻ്റെ ആകുമ്പോൾ ഫുള്ള് സാധനം മുങ്ങിയേട്ടാ. എൻ്റെ ആകുമ്പോൾ കടലടിയിൽ നല്ല സൂപ്പറായിട്ട് തന്നെ സാധനം പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. എന്തായാലും കടലിനടിയിലാണ് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഇവിടെ ഇപ്പം നമ്മളെന്തായാലും കുറേ നേരം എന്തായാലും അണ്ടർ വാട്ടറൊക്കെ എല്ലാം ചെയ്ത് നമ്മളെന്തായാലും ഇങ്ങനെ എന്തായാലും ഫുള്ള് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കടലടിയിൽ കൊണ്ടോ കുറേ സാധനമൊക്കെ ഉണ്ട്, ഫുള്ളായിട്ട് കടലടിയിൽ കണ്ടോ മണ്ണ് കണക്കാണ്. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ചെടിയോ പൂവോ മീനോ ഒന്നും തന്നെ ഇല്ല ഗൈസ്. അവർ പറഞ്ഞ് എന്തൊക്കെയോ ഉണ്ടെന്നാണ്. എനിക്ക് പക്ഷെ ഇവിടെ ഒന്നും തന്നെ കാണാനായിട്ടില്ല കേട്ടോ. നമുക്കെന്തായാലും ഫുള്ളായിട്ട് നമ്മളിപ്പോൾ ഏകദേശം കണ്ടിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നൈസായിട്ടുള്ളൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ ഈ ഒരു ബസ്സും കാര്യങ്ങളൊക്കെ എന്തായാലും അടിയിൽ നമുക്കെന്തായാലും ഓടിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്കെന്തായാലും തിരിച്ചെന്തായാലും പോവാം കേട്ടോ. നമുക്കെന്തായാലും ഈ ഇവിടുത്തെ സാധനങ്ങളെല്ലാം നമ്മളെന്തായാലും കണ്ടിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. നമ്മുടെ ബസ്സിൽ ഇതുവരെയായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഫ്രാങ്ക്ലി ചേട്ടാ നൈസായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫ്രാങ്ക്ലിന് പൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അണ്ടർ വാട്ടർ സ്വിമ്മിങ് ഒക്കെ ചെയ്യണം, അതും വണ്ടിയിൽ. എന്തായാലും നൈസായിട്ടുണ്ട് കേട്ടോ. എന്തായാലും കുറേ പൈസ പോയെങ്കിൽ ഇതേപോലത്തെ കടലടിയെ കാണാൻ പറ്റിയല്ലോ. ആടാ ടൈഗർ ഷിൻചാനെ, നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമുക്കെന്തായാലും നേരെ ബസ്സിന് നേരെ എന്തായാലും വെള്ളത്തിലോട്ട് കയറ്റാം. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് വെള്ളത്തിൻ്റെ ഒരു ഇത് വരുമ്പോൾ നമുക്കൊരു ഫോട്ടോ എടുക്കാം. നമുക്കിതെടുത്ത് നമ്മുടെ യൂട്യൂബ് ചാനലുള്ള തമ്പനയിലാക്കാം. എടാ ഷിൻചാനെ, ഒരു ഫോട്ടോ എടുക്കടാ. ആ ഫ്രാങ്ക്ലി ചേട്ടാ ഒരു മിനിറ്റ്, വണ്ടി കുറച്ചുകൂടെ ഒന്ന് വെള്ളത്തിൽ ഇറക്കാം, എന്നാലല്ലേ ഒരു ഫീലൊക്കെ കിട്ടുമോ. ആടാ ഷിൻചാനെ, ഞാൻ ഇവിടെ ഇപ്പോൾ കുറച്ചുകൂടെ വെള്ളത്തിലിറക്കി, ഇനി നീ ഇറങ്ങിയൊരു ഫോട്ടോ എടു. ആ ഫ്രാങ്ക്ലി ചേട്ടാ, ഞാൻ ഇറങ്ങിയൊരു ഫോട്ടോ എടുക്കാന്നില്ലേ? വാവ് നൈസ്. നമുക്കിവിടെ ഇപ്പോൾ വണ്ടി ഇങ്ങനെ ഇടാം. ഓക്കെ, ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇപ്പോൾ വരാം ഫ്രാങ്ക്ലി ചേട്ടാ. ആടെ ഷിൻചാൻ. ഓക്കെ ഗൈസ്, എന്നാലും ഇവിടെ ഇപ്പം എന്തായാലും ഗൈസ് നമ്മളെന്തായാലും ഫുള്ളായിട്ട് വണ്ടി എല്ലാം സെറ്റാക്കി ഇറക്കിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഫുള്ളായിട്ട് അണ്ടർ വാട്ടർ സ്വിമ്മിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ബസ് വെച്ചൊക്കെ. എന്നിട്ട് നമ്മൾ ആ സ്റ്റിക്കർ ഫുള്ളായിട്ട് എന്തായാലും ഊരിക്കളഞ്ഞിട്ട് എന്തായാലും ഉണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഓരോന്നും തന്നെ ചെയ്യാറില്ല. ഇനി നേരെ നമ്മുടെ വില്ലേജിലോട്ട് പോവാം. നമ്മുടെ ക്രിസ്മസ് ട്രിപ്പ് ഇവിടെ വെച്ചൊന്നും എൻ്റെ ആവുന്നില്ല ഗൈസ്. ക്രിസ്മസ് ട്രിപ്പ് ഇനിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ബാക്കിയുള്ള ട്രിപ്പിൻ്റെ വീഡിയോസുകളൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് എന്തായാലും നിൽക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നേരെ തിരിച്ച് നമ്മുടെ ഏതാണ് താമസിച്ച ഒരു വീട്ടിലോട്ട് എന്തായാലും പോകാം ഗൈസ്, വില്ലേജിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ കണക്ക്, ഒരു ചെറിയൊരു വീഡിയോ കണക്കാണ്. ബാക്കി വീഡിയോ ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം തന്നെ ചെയ്യും. അപ്പം ഞാൻ എന്തായാലും വീണ്ടും ഒരു പുതിയൊരു കിടക്കാച്ച വീഡിയോ ഇട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പം പുതിയൊരു കിടക്കാച്ച വീഡിയോ കാണുന്നവർക്കാർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ. പിന്നെ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ.